ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ്. ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി. ചപ്പക്കുടിയൻ അല്ലെങ്കിൽ കടുക്കാച്ചി എന്നൊക്കെ പറയുന്ന മാമ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. ചട്ടിക്കലത്തിലാണ് വയ്ക്കുന്നത്. ഒരു 2 ഗ്ലാസ് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ച് നമുക്കതൊന്ന് വേവിക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് പിന്നെ ചേർക്കേണ്ടത് ഒരു 3 പച്ചമുളക്, അല്പം എരിവുള്ളതാണ്, നാടൻ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് 2ആയി പൊളിച്ചിടുക. ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാൻ വെക്കാം. ഒരു 8 മിനിറ്റ്, ഒരു 7-8 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. പിന്നെ അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിൽ അതായത് 1/2 മുറിയുടെ പകുതി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമായത് ഒരു 1/4 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടി നമുക്ക് ഈ അരയ്ക്കാൻ വയ്ക്കുന്നതിലേക്ക് എടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 4 ചുള വെളുത്തുള്ളിയും ഒരു 3 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ്. നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു അല്പം പെപ്പർ പൊടിയാണ്, കുരുമുളക് പൊടി. ഒരു 1/4 ടീസ്പൂണിലേലും കുറവ് മതി. കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരപ്പ് നന്നായി കുറുകണമെന്നില്ല. നമുക്കൊരു 75% അരഞ്ഞാൽ മതിയാകും. ഇനി നമുക്ക് തുറന്ന് നോക്കി ആ കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാമ്പഴമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് തിളയ്ക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചിലരൊക്കെ അതിലേക്ക് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാറുണ്ട്. ഈ മാങ്ങയ്ക്ക് നല്ല മധുരമായതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതിലേക്ക് നമ്മൾ തൈര് ഒഴിക്കുന്നു. 2 ഗ്ലാസ് തൈരാണ്, ഒരുവിധം പുളിയുള്ള തൈരാണ്. 2 ഗ്ലാസ് തൈര് അടിച്ച് വെച്ച് മിക്സിയിലിട്ട് അടിച്ച് എടുത്തതാണ്. അതൊഴിച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അതുപോലെ ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കൊന്ന് താളിക്കാനായി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയും അതുപോലെ 2 വറ്റൽമുളക്, പിന്നെ ഒരു 5 ചുവന്നുള്ളി അരിഞ്ഞത്, വട്ടത്തിൽ അരിഞ്ഞതും, കുറച്ച് കറിവേപ്പിലയും കൂടി ബ്രൗൺ ആവുന്നത് പോലെ വറുത്തെടുത്തിട്ട് അതിലേക്ക് താളിച്ചെടുക്കുക. അങ്ങനെ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്, മാമ്പഴ പുളിശ്ശേരി.